നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കണ്ണനാട്ടെ വീട്ടിലും എറണാകുളം ടൗൺ ഹാളിലുമായി ആയിരങ്ങൾ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാളെ രാവിലെ 10 മണിക്ക് കണ്ണനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി ഇടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനായി ശനിയാഴ്ച രാവിലെ ഭാര്യ വിമലയ്ക്കൊപ്പം ഉദയംപേരൂർ കണ്ടനാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ശ്രീനിവാസൻ. തൃപ്പൂണിത്തുറ എത്തിയതോടെ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. എന്നാൽ നിമിഷങ്ങൾക്കകം രാവിലെ 8:30 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്കായി ചെന്നൈക്ക് പോകുന്നതിന് വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് മകൻ വിനീത് ശ്രീനിവാസൻ അച്ഛൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത്. ഉടൻ യാത്ര റദ്ദാക്കി തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു വിനീത്. സംവിധായകൻ രൺജി പണിക്കർ, നിർമ്മാതാവ് ആൻഡോ ജോസഫ്, നടൻ രമേഷ് പിഷാരടി, കെ ബാബു MLA തുടങ്ങിയവരും വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയിരുന്നു. പിന്നീട് 9 മണിക്ക് ശേഷം ശ്രീനിവാസൻ്റെ മൃതദേഹം കണ്ടനാട്ട് വീട്ടിലേക്ക് എത്തിച്ചു. കോഴിക്കോട് സിനിമാ ഷൂട്ടിങ്ങിലായിരുന്ന ധ്യാൻ അച്ഛൻ്റെ വിയോഗ വിവരമറിഞ്ഞ് കണ്ടനാട്ട് വീട്ടിലേക്കാണ് എത്തിയത്. പിതാവിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട ധ്യാൻ പൊട്ടിക്കരഞ്ഞു. ധ്യാനിൻ്റെ പിറന്നാൾ ദിനത്തിലാണ് ശ്രീനിവാസൻ്റെ വിടവാങ്ങൽ. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പേർ കണ്ടനാട്ട് വീട്ടിലെത്തി ശ്രീനിവാസൻ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 12 മണിയോടെ വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിനെത്തിച്ചു. 1 മണി മുതൽ 3 മണി വരെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിരുന്നതെങ്കിലും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരുടെ എണ്ണം കൂടിയതിനാൽ സമയം 1 മണിക്കൂറോളം ദീർഘിപ്പിച്ചു. പിന്നീട് മൃതദേഹം വീണ്ടും കണ്ടനാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കണ്ടനാട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. കൈരളി ന്യൂസ്, കൊച്ചി.